ഹായ് മച്ചന്മാരെ, എല്ലാവർക്കും എൻ്റെ ഈ പുതിയൊരു വീഡിയോ സാധനം ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ എക്സ്പ്രഷൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ക്ലവർ സീസൺ 3 എപ്പിസോഡ് 2. അപ്പോൾ ഒരു ബ്രോ പറയുന്നുണ്ട് സീസൺ 4 ഇട് ആനിമേറ്റിക് ഇട്ട് 3 വരെ ചെയ്ത് നിർത്തിയത്. എല്ലാവർക്കും അറിയാം അവൻ 2 വരെ ചെയ്ത് നിർത്തിയത്, 3 ആയിട്ടാണ് എല്ലാവർക്കും വേണ്ടതെന്നുള്ള കാര്യം. അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ എപ്പിസോഡിൽ കടന്നാലോ. പിന്നെ ഗൈസ് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, ഞാനത് നല്ലോണം ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് ഇനി ലൈക്ക് ചെയ്യണം. വ്യൂസിനൊത്ത പോലെ നമുക്ക് ലൈക്സും വേണം. പിന്നെ മാക്സ് കൂട്ടർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബേഴ്സ് അതെനിക്ക് കൂട്ടി കിട്ടണം. എങ്ങനെയും എനിക്ക് 5K അടിക്കണം. 5K 10K അടിക്കണം, 10K 15K 20K വരെയാണ് ഇപ്പോൾ എൻ്റെ മാക്സ് ഞാൻ ചിന്തിച്ച് വെച്ചിട്ടുള്ളത്. അവിടം വരെ നമുക്ക് അടിക്കണം കൈ. ബ്ലാക്ക് ക്ലവറിൻ്റെ ഫാൻസ് എല്ലാവരും പുതിയതായിട്ട് കാണുന്നവർ ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലേ. സബും ലൈക്സിനും അനുസരിച്ചായിരിക്കും നമ്മുടെ വ്യൂസും അനുസരിച്ചായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോയുടെ പെട്ടെന്ന് ഇവിടെ തോന്നുന്നത്. ഇതിന് നിങ്ങൾ നല്ല റെസ്പോൺസ് വന്നു എപ്പിസോഡ് 1. അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോ അപ്പം തന്നെ ഇടുക. അതുപോലെ തന്നെ ഇരിക്കും നിങ്ങളുടെ 3rd എപ്പിസോഡും. അത്രയും പറഞ്ഞാൽ നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം. ഇറ്റ്സ് മീ എക്സ്പ്ലെയിനർ. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ മാഗ്മയും വെനീസയും കൂടെ അവിടെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ലിച്ചിൻ്റെ ആ ബേസിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് ഡിസ്ട്രക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അന്നോട്ടേക്കും നമ്മുടെ മാഗ്മയും പിന്നെ വെനീസയും കൂടെ അവിടെ ചെല്ലുമ്പോഴോ ഇവൻ അവിടെ കുറേ തല്ലി പൊട്ടിക്കുന്നെല്ലാം കാണും കഴിയുമ്പോൾ മാഗ്മ ചോദിക്കും, ഞങ്ങൾ വിചാരിച്ചു ഇവിടുത്തെ അപകടമായിരിക്കുമെന്ന്. നീ ഇവിടെ എന്തേ കാണിക്കുന്നേ, നീ എന്തിനാ ഇവിടെ എല്ലാം തല്ലിപ്പൊട്ടിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് അവർ പെട്ടെന്ന് ചോദിക്കും. അപ്പം ഞാൻ ചോദിക്കും, അപ്പോൾ നമ്മുടെ ഇവരെ ആക്രമിച്ചിട്ട് പറയും, നീയൊക്കെ ആരാടാ? ഓ, നീയൊക്കെ ഈ ബോഡിയോടായിരിക്കും സംസാരിക്കുന്നല്ലേ. ലെക്കായിട്ട് പറയാൻ തുടങ്ങും. അപ്പം നിങ്ങളെ ആയിരിക്കും ഇവൻ കുറേ നേരമായിട്ട് കാണണമെന്ന് പറയുന്നത് അല്ലേ. ഈ കാണാൻ ശൈലം മാത്രമുള്ളൂ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ. അകത്തിരിക്കുക സോൾ എന്ന് പറഞ്ഞാൽ അത് എൽഫായിട്ടുള്ള എൻ്റെ കേട്ടോ എന്നാവൻ പറയാം. എന്നിട്ട് പറയും, നിങ്ങൾക്ക് ഇനി എല്ലാം ആയം തൊട്ട് ഞാൻ പറഞ്ഞാണോ അതോ? അപ്പം മാങ്ങ പറയും, അപ്പോൾ ഇവൻ മറ്റേ ലിച്ചിനെ തോപ്പിക്കാൻ വേണ്ടി അവിടെ പോയില്ലേ. അവിടെ പോയതിന് ശേഷം അവരെങ്ങനെ സ്പെല്ല് യൂസ് ചെയ്തിട്ട് റീഇൻകാർണേഷനായിട്ട് ഇവർ വന്നതായിരിക്കും എന്ന് പറയും. അപ്പം ലെക്ക് പറയും, അപ്പോൾ ഞാൻ വിചാരിച്ചത്ര നിങ്ങൾ അത്ര പൊട്ടന്മാരൊന്നും അല്ല, കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ വേറൊരു കാര്യം കൊണ്ട് നിങ്ങൾ മറന്നുപോയി കേട്ടോ. ഞങ്ങൾ അവിടെ വന്ന എല്ലാ റോയൽ നൈറ്റ്സിനെയും തോപ്പിച്ച് ഏകദേശം കൊല്ലാറായിട്ടാണ് ഞങ്ങളിവിടെ വന്നത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ വിത്തിൻ 1 സെക്കൻഡ് കൊണ്ട് മാഗ്മയെ അങ്ങ് കൊന്നു കളയും. ഒറ്റയടിക്ക് മാഗ്മയെ അങ്ങ് ഇല്ലാതെ കളയും. പക്ഷേ വെനീസയുടെ പൂച്ച അതവിടെ ഉള്ളതുകൊണ്ട് മാഗ്മ തിരിച്ചു വരും. കാരണം അതിന് പാസ്റ്റും പ്രസൻറ്റും ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ ഇത്ര നേരത്തേക്കുള്ള. അങ്ങനെ നമ്മുടെ മാഗ്മ ലെക്കിനെ ഇങ്ങനെ അടിക്കാൻ പോയപ്പോഴോ അവൻ ലെക്കിനെ രക്ഷിച്ചു ആ വെനീസയുടെ പൂച്ച. അപ്പോൾ നമ്മുടെ വെനീസ പറയും, ഈ വെനീസയുടെ പൂച്ച ശരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ബ്ലാക്ക് ക്ലവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണ്. അവൻ്റെ ഉള്ളിലെ സോള് എൽഫിൻ്റെ ആണെങ്കിലും ഉള്ളിലിപ്പം ലെക്ക് കിടപ്പുണ്ട്. അതുകൊണ്ട് ഈ പൂച്ച ലെക്കിനെ കൊല്ലാനും സമ്മതിക്കത്തില്ല. അങ്ങനെ നമ്മുടെ മാഗ്മ പറയും ഇത് ഓഫ് ചെയ്യാൻ പറയും, ഈ ഫെയ്ത്ത് ചേഞ്ച് ചെയ്യുന്ന ഈ പൂച്ചയുടെ കാര്യം, ഈ സ്പെല്ല്. അപ്പോൾ വെനീസ പറയും, അത് ഓഫ് ചെയ്താൽ നിമിഷം നീ ചാവോടാ, അതിൻ്റെ ജീവൻ ഇപ്പം രക്ഷിച്ചതല്ലേ ഉള്ളൂ എന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാഗ്മ എന്ത് ചെയ്യും, ഒരു ഫയർ സ്പെൽ അറ്റാക്ക് യൂസ് ചെയ്യും. അറ്റാക്ക് യൂസ് ചെയ്തിട്ട് പറയാം, അയ്യേ ഈ സ്പെല്ല് എൻ്റെ അടുത്ത് എവിടെ തൊടാനാ, ഇതൊരു നോർമൽ സ്പെല്ലാണല്ലോ പറയട്ടെ. അവൻ അങ്ങനെ നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോഴോ ആ സ്പെല്ല് പെട്ടെന്ന് മായും. അവനാണ് അതിൻ്റെ എനർജി സെൻസ് ചെയ്യാനും പറ്റുന്നില്ല. പെട്ടെന്ന് അവനവിടെ നിന്ന് മൂവ് ചെയ്യും. കറക്റ്റ് ടൈമിൽ നമ്മുടെ മാഗ്മയുടെ സ്പെല്ലാണ് അവിടെ ആക്ടിവേറ്റ് ആവുകയും ചെയ്യും. പക്ഷേ എന്ത് ചെയ്യാനാ, അവിടെ ലെക്കിനെ തൊടാൻ പറ്റുന്നില്ല. ലെക്ക് പറയും, ഈ ലോകത്തുള്ള ഒരു സ്പെല്ലിന് എൻ്റെ അടുത്ത് തൊടാൻ പോലും പറ്റത്തില്ല, അതിൻ്റെ അർത്ഥം നിനക്കെന്നെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ മാഗ്മയ്ക്ക് ദേഷ്യം വന്ന് മാഗ്മ വീണ്ടും നമ്മുടെ ലെക്കിനെതിരെ കുറേ ഫയർ ബോൾസ് വിടും. പക്ഷേ ലെക്കിൻ്റെയും വീണ്ടും ഒരു ഹിറ്റിന് മാഗ്മയെ കൊല്ലാൻ നോക്കും. ബട്ട് വെനീസ രക്ഷിക്കും. ബട്ട് വെനീസ പറയും, നിങ്ങൾ ആമ്പിള്ളേർ പെട്ടെന്ന് ദേഷ്യം വരുന്നത്. കുഴപ്പമില്ല, പെണ്ണായിട്ട് ഒരാളല്ലേ ഉള്ളൂ ഇവിടെ, ശരി ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. എനിക്ക് തോന്നുന്നു മാഗ്മ നീ അവനെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ പഴയ ലെക്കിനെ നമുക്ക് തിരിച്ചു കിട്ടുമായിരിക്കും. അതുകൊണ്ട് ഞാൻ നിന്നെ തോൽപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയും. അങ്ങനെ നമ്മുടെ വെനീസയുടെ ഹെൽപ്പ് യൂസ് ചെയ്ത് മാഗ്മ വീണ്ടും ഫൈറ്റിന് പോകും. അങ്ങനെ അവൻ്റെ ഫയർ ബോൾ വീണ്ടും ഒരു തവണ ലെക്കിനടുത്ത് കയറിയും. പക്ഷേ ലെക്ക് പറയും, എടാ നിനക്ക് വയ്യേ, ഈ ഫയർ ബോൾ ഒരിക്കലും എൻ്റെ അടുത്ത് തൊടാൻ പോകുന്നില്ല, പിന്നെ നീ വീണ്ടും എന്തിനാ ചെയ്യുന്നത് എന്ന് ചോദിക്കും. പക്ഷേ അതിന് മാഗ്മ പറയും, ശരി ഈ കാണുന്ന സ്പെല്ല് നിന്നെ ഇത് കൊണ്ടില്ലെങ്കിലും വേണ്ടിയില്ല, അതിന് വേറെ ഉപയോഗം ഉണ്ടെന്ന് പറയും. അങ്ങനെ ആ കുറേ ഫയർ ബോളായിട്ട് സ്പ്ലിറ്റ് ആവുന്ന ആ സ്പെല്ല് യൂസ് ചെയ്തിട്ട് നമ്മുടെ വെനീസ പറയും, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലക്കി ഡോഡ്ജ് ചെയ്യുന്നതെല്ലാം നമ്മുടെ മാഗ്മയുടെ മോന പ്രസൻസ് കാരണമാണ്. അവൻ അറ്റാക്കിനകത്തുള്ള ആ മോന പ്രസൻസിലാണ് അവൻ അതെല്ലാം ഡോഡ്ജ് ചെയ്യുന്നത്. അഥവാ മാഗ്മ അവൻ്റെ മോനെയും അറ്റാക്കിനകത്തുള്ള
മോനെയും കൂടെ കമ്പൈൻ ചെയ്ത് മിക്സ് ആയി കഴിഞ്ഞാൽ അവൻ്റെ മാഗ്മ എവിടെ അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവൻ്റെ ഒരു അറ്റാക്കിൻ്റെ കൂടെ തന്നെ അവനും അവിടെ പോയി നിന്നിട്ട് നമ്മുടെ ലെക്കിൻ്റെ പുറകെ വന്നിട്ട് ഒരു അറ്റാക്ക് യൂസ് ചെയ്ത് നോക്കും. പക്ഷേ അതുകൊണ്ട് ഒരു കാര്യമില്ല. ലെക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മാഗ്മയെ കയറി പിടിച്ച് ലോക്കാക്കും. പക്ഷെ മാഗ്മയുടെ ഇരിക്കുന്ന ഫയർ ബോൾ സ്പെല്ലുണ്ടല്ലോ അത് അവൻ്റെ കായിൽ തന്നെ പൊട്ടിക്കും. ടാൻ പറയും, ശരിക്കുള്ള ലെക്കിന് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ എത്ര വലിയ പൊട്ടനാണ്. എനിമീസ് എൻ്റെ അടുത്ത് വന്നാൽ സ്വന്തമായിട്ട് തന്നെ ആ ബോൾ അങ്ങ് പൊട്ടിച്ച് ഞാൻ സെൽഫായിട്ട് അങ്ങ് പൊട്ടിത്തെറിക്കുമെന്ന് പറയും. എന്നിട്ട് നമ്മുടെ മാഗ്മയിലേക്ക് കൂടെ എയറിലേക്ക് ഇങ്ങ് പറന്നു പോകും. പെട്ടെന്ന് നമ്മുടെ ലെക്കിൻ്റെ അടുത്തേക്ക് മാഗ്മയുടെ അടുത്തേക്ക് കുറേ ഫയർ ബോൾസ് വന്ന് അവർ രണ്ടുപേരും നേരത്തിടിക്കും. പക്ഷേ കഷ്ടിച്ച് നമ്മുടെ മാഗ്മ രക്ഷപ്പെടും. എന്നിട്ട് നമ്മുടെ ലെക്കിനെ എന്ത് ചെയ്യും, മാഗ്മയുടെ ഫയറിന് കൊണ്ട് എന്തോ കൈകളൊക്കെ ചേർത്ത് ഒരു കേജ് പോലെ വെച്ച് അവനെ അങ്ങ് പിടിച്ചു നിർത്തും. എന്നിട്ട് നമ്മുടെ മാഗ്മ പറയും, വേണ്ടേ നിനക്കറിയത്തില്ല ഞാൻ ആരാന്ന്, എനിക്കറിയത്തില്ല നീ ആരാന്ന്. അവിടെ ഇതിനോട് ഞാൻ മര്യാദയ്ക്ക് ഞാൻ പറയുക, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ലെക്കിനെ തിരിച്ചു തന്നോ, അതാകുമ്പോൾ നമുക്ക് രണ്ടുപേർക്ക് നല്ലതെന്ന് പറയട്ടെ. നമ്മുടെ ലെക്കിനെടുത്ത് ചുമ്മാ ചാടാൻ തുടങ്ങും. പക്ഷേ ഇത് കണ്ടിട്ട് നമ്മുടെ ലെക്ക് വെറും ചിരിച്ചതേ ഉള്ളൂ. എന്നിട്ട് പക്ഷേ ലെക്കാണെങ്കിൽ അവൻ്റെ മാജിക് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് അവന് മാജിക്കിൻ്റെ പ്രസൻസ് കാരണം ചുറ്റിന് ക്ലൗഡ്സ് എല്ലാം ഫോം ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് നമ്മുടെ ലെക്കിൻ്റെ ദേഹത്ത് ഒരു ഇടിമിന്നൽ ഇങ്ങനെ അടിക്കാൻ തുടങ്ങും. നമ്മുടെ ലെക്കാണെങ്കിൽ ട്രാൻസ്ഫോം ആകാൻ തുടങ്ങും. അവൻ്റെ മോന സ്കിൽസ് എല്ലാം ആണെങ്കിൽ 2 ഇരട്ടി ആകാൻ തുടങ്ങും. അവൻ്റെ സ്പീഡും ആണെങ്കിൽ ഇരട്ടിച്ചായിട്ട് തോന്നും. എന്നിട്ട് നമ്മുടെ ലെക്ക് പറയും, നീ എന്താ പറഞ്ഞേ, നിനക്ക് അവനെ വേണോ അല്ലേ, വാ വന്ന് എടുക്കടാ എന്ന് പറയും. എന്നിട്ട് നമ്മുടെ ലെക്ക് മാഗ്മയുടെ അടുത്തേക്ക് സ്പീഡ് അതുകൊണ്ട് ചുറ്റും സ്പീഡ് തിരിയാൻ തുടങ്ങും. പക്ഷേ അവൻ്റെ സ്പീഡ് വെനസയ്ക്കോ മാഗ്മയ്ക്കോ കാണാൻ പറ്റത്തില്ല, അത്ര സ്പീഡായിരിക്കും അവന്. പെട്ടെന്ന് നമ്മുടെ ലെക്ക് മാഗ്മയെ കൊല്ലും. പക്ഷേ വെനസയുടെ പൂച്ച വീണ്ടും നമ്മുടെ മാഗ്മയെ രക്ഷിക്കും. അപ്പോൾ ലെക്ക് പറയും, ഓ നിനക്കപ്പം ഫ്യൂച്ചറും പാസ്റ്റും ഒക്കെ മാറ്റമുള്ള കഴിവുണ്ടല്ലേ, ശരി നമുക്ക് നോക്കാം ആരുടെ മാജിക് ആദ്യം തീരുന്നതെന്ന്. നിൻ്റെ മാജിക് ആദ്യം തീർന്നാൽ ഞാൻ മാഗ്മയെ കൊല്ലും, അഥവാ എൻ്റെ മാജിക് ആദ്യം തീർന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിനെ തിരിച്ചു കിട്ടും, വാ നോക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ മാഗ്മയെ കണ്ടിന്യൂസ് ആയിട്ട് കൊല്ലാൻ നോക്കും. പെട്ടെന്ന് ഇങ്ങനെ ഓടി കൊന്നുകൊണ്ടിരിക്കും. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ വെനേസയുടെ മാജിക് ഏകദേശം ഒന്ന് തീർന്നു പോകും. ആയിട്ട് അവിടെ ലെക്ക് പറയും, ഓ ഇത് ഞാൻ പ്രതീക്ഷയിലും പെട്ടെന്ന് തീർന്നു പോയല്ലോ, കുഴപ്പമില്ല, വാ ഇനി നിന്നെ കൊല്ലുന്ന എഴുതിയാവും, വാ അപ്പം നിന്നെ ഒറ്റയടി ഞാൻ കൊല്ലാൻ പോകുന്ന പറഞ്ഞിട്ട് നമ്മുടെ ലെക്കിനെയും മാഗ്മ പറഞ്ഞ പേടിയും. പക്ഷേ മാഗ്മ അത് ശ്രദ്ധിക്കാതെ പറയും, നീ മിണ്ടാറാ, ഞാൻ നിൻ്റെ അകത്തുള്ള ലെക്കിനോട് സംസാരിക്കുന്നത്, എൻ്റെ ഫ്രണ്ടിനോട് പറയും. എടാ നീ എന്തോ നോൺസെൻസാണ് പറയുന്നത്, അവിടെ നീ പറയുന്നത് കേൾക്കത്തോലുമില്ല. പിന്നെ നീ പറയുന്നത് നിങ്ങളുടെ ഈ ബോണ്ടിങ് റീഇൻകാർഷനേഷൻ സ്പെല്ലിനേക്കാളിലും പവർഫുൾ ആണെന്നാണോ പറയുന്നത്. ആണെങ്കിൽ ശരി, അല്ലെന്ന് തന്നെ എഴുതിയിട്ടെ, പിന്നെ നീ നിനക്ക് അറിയുന്നേ, എനിക്കറിയാം ലേക്ക് ഇതെല്ലാം ഉള്ളിൽ നിന്ന് കേൾക്കുന്നുണ്ടെന്ന്. ഒരു പേടിത്തുറഞ്ഞപ്പോൾ നീ അകത്ത് ഒളിച്ചിരിക്കുവാണോ, മതി ഉറങ്ങി എണ്ണിക്കടാ. നീ റോയൽ നൈറ്റ്സായിട്ട് സെലഞ്ഞെടുത്ത് നീ അവിടെ പോയപ്പോഴും ഞാനിവിടെ നിന്ന് രാപ്പകൽ ട്രെയിൻ ചെയ്തു, നീ ഇത്ര നേരം വരെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നോക്ക് ഞാനിപ്പോൾ സ്ട്രോങ്ങാ, എന്നോട് പിടിച്ചിരിക്കുന്നത് കണ്ടോ, നീ ന്യൂ ഫോമി വന്നോണ്ടില്ല ഞാൻ കാണിച്ചു തരായിരുന്നു. അതുകൊണ്ട് ലെക്ക് വാ എനിക്ക് നമുക്ക് ഫൈറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലെക്കിനെ വീണ്ടും ചാലഞ്ച് ചെയ്യാൻ മാഗ്മ. പക്ഷെ ഇത് കേട്ട് ദേഷ്യം വന്ന ലെക്ക് എന്ത് ചെയ്യും, അവനെ കൊല്ലാൻ വേണ്ടി പോകുമ്പോഴായിരിക്കും വെനസയുടെ പൂച്ചയുടെ ലാസ്റ്റായിട്ടിരുന്ന 1% മാജിക്ക് വെച്ച് ആ അവസാനത്തെ 50-50 ഡൈസോടെ കറക്കി ആ കളി ചേഞ്ചർ അല്ലെങ്കിൽ ഗെയിം ചേഞ്ചറിനെ ഇങ്ങ് വരുത്തും. പുള്ളിക്കാരങ്ങ് വരും, ആ ത്രെഡും കട്ടി കളയും, പിന്നെ അവൻ എടുക്കും കളി.
ഒരുവിധം അവർ 3 പേരൂടെ ചേർന്ന് നമ്മുടെ ലെക്കിനടിച്ച് താഴിടും. പക്ഷേ ആസ്തെ സോഡ് ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ ലെക്ക് സമ്മതിക്കത്തില്ല. അവനാണെങ്കിൽ അവൻ്റെ ഫുൾ പവർ യൂസ് ചെയ്യും. അന്നോട്ടേ മാഗ്മയും വനീസയും കൂടെ വന്നിട്ട് പറയും, മതി എൽഫ്, ഇനി നീ നിൻ്റെ സ്ഥലത്ത് തന്നെ തിരിച്ചു പോകും, ഞങ്ങൾക്ക് ഞങ്ങളുടെ ലെക്കിനെ തിരിച്ചു പോകണം, അവൻ ഞങ്ങളുടെ അനിയനാണ്, ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഞങ്ങൾക്ക് ബ്ലാക്ക് ബുള്ളിന് അവനില്ല, പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കഷ്ടപ്പെട്ട് നമ്മുടെ ലെക്കിനെ എങ്ങനെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കും. അത്രയും കാണിച്ചുകൊണ്ട് ഗൈസ് ഈ എപ്പിസോഡ് ഇവിടെ കൊണ്ട് തന്നെ വൈൻഡപ്പ് ആവുന്നു ഗൈസ്. സോ നിങ്ങളുടെ ഇത്രയും നല്ല സപ്പോർട്ട് ചെയ്യാൻ കണ്ടുകൊണ്ട് തന്നെ ഗൈസ് ഒരു ദിവസം 2 എപ്പിസോഡ് വെച്ചെങ്കിൽ ഞാൻ ഇടാമെന്ന് വിചാരിച്ചേ. ഒറ്റയടിക്ക് 2-3 മണിക്കൂർ കഴിയുമ്പോൾ 500 കഴിഞ്ഞ് 600-700 ഒക്കെ ആയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അതനുസരിച്ച് കമൻറ്റിൽ ലൈക്കും വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി ഒരു ദിവസം 2-3 എപ്പിസോഡ് വെച്ച് ഇങ്ങനെയാണ് ഇട്ട് പോകാമെന്ന് വിചാരിച്ചു. സോ നിങ്ങൾ മാക്സിമം കൂട്ടരൊക്കെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും, പിന്നെ പറഞ്ഞല്ലോ നമ്മുടെ ടാർഗറ്റ് 5K ആണ്, 10K 15K 20K അങ്ങനെ നിൽക്കണം. പിന്നെ മാക്സിമം കണ്ടെങ്കിൽ ഷെയർ കൊടുക്കുക, മാക്സിമം ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വ്യൂസും ലൈക്കും സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതനുസരിച്ച് വീഡിയോ അത്രയും പെട്ടെന്ന് വരും.